എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷർട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 ഇതിൻ്റെ ഷർട്ടിൻ്റെ കട്ടിങ്ങും പാർട്ട് 2 ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ഷർട്ടുമെന്ന് എങ്ങനെ ഇതിൻ്റെ അളവെടുക്കാൻ നോക്കാം. ഇതേപോലെ നമ്മൾ അളവെടുക്കുന്ന ഷർട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നീർത്തി വെക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഈ ലാസ്റ്റ് ഈ എൻഡ് കൊണ്ടുപോയിക്കാണ്ട് ഇവിടെ കൊണ്ടുപോയിക്കാണ്ട് ടാപ്പ് വെച്ചുകൊണ്ട് കറക്റ്റ് നീർത്തി പിടിച്ചുകൊണ്ട് അളവെടുക്കുക. ഇതിൻ്റെ ലെങ്ത്ത് 22.5 ഞാനൊരു അരഞ്ച് എക്സ്ട്രാ ഉണ്ട്. അങ്ങനെ 23 ഇഞ്ചാണ് ഞാൻ അടിക്കാൻ പോകുന്നത്. ഷർട്ടിൻ്റെ ലെങ്ത്ത് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ അടുത്തത് ഷോൾഡർ എടുക്കുകയാണ്. ഷോൾഡർ ഇതേപോലെ നീർത്തി വെച്ചിട്ട് ഈ കൈ ജോയിൻ്റ് ചെയ്യുന്ന മുതൽ ഈ ജോയിൻ്റ് വരെ കറക്റ്റ് അളവെടുക്കുക. 12 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ അളവ് വരുന്നത് കേട്ടോ. അടുത്ത ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവെടുക്കുകയാണ്. ഇവിടുന്ന് ഇതുവരെ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാവും. അടിച്ചൊരു സ്റ്റിച്ചിങ് പോയൊരു ജോയിൻ്റ് ഉണ്ടാവും. ആ ജോയിൻ്റ് വരെയുള്ള അളവിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നീർത്തി വെച്ചിട്ട് ആ ജോയിൻ്റ് തൊട്ട് ഈ മാറിൻ്റെ ഈ എൻഡ് വരെ ഓക്കെ 8.25 ഇഞ്ചാണ് അതിൻ്റെ ലൂസ് വരുന്നത്. അതേപോലെ ഈ വേസ്റ്റിൻ്റെ ഇവിടുത്തെ ലൂസ് എടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഇവിടെയാണ് ആ ജോയിൻ്റ് വരുന്നത്. ആ ജോയിൻ്റ് മുതൽ ഇതുവരെ കറക്റ്റ് നീർത്തി പിടിച്ചിട്ട് കറക്റ്റായിട്ട് പിടിക്കട്ടോ. 8 ഇഞ്ചാണ് ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ 8 ഇഞ്ചാണ് വേസ്റ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ലൂസ് ബോട്ടം കറക്റ്റ് അതേപോലെ തന്നെ ടോപ്പ് പിടിക്കുക. 8 ഇഞ്ചാട്ടത്തിൻ്റെ ബോട്ടം വരുന്നത്. ഒരു അരഞ്ച് ഞാൻ എക്സ്ട്രാ കൂടുതലുണ്ട്. അങ്ങനെ 8 ഇഞ്ചാണ് ഞാനത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഇനി അതേപോലെ തന്നെ സ്ലീവ് എത്രയാണ്. ഇതേപോലെ സ്ലീവ് കറക്റ്റ് നോക്കിയിട്ട് ഈ ജോയിൻറ്റ് മുതൽ അടിഭാഗം വരെയുള്ള കറക്റ്റ് അളവ് കേട്ടോ. ഇത് കറക്റ്റ് 5.5 ഇഞ്ച് ഉണ്ട്. ഞാൻ ഒരു അരഞ്ച് കൂടുതലുണ്ട്. 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബോട്ടം ലൂസ് 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഹാം ഹോള് ഈ റിഗാളിൻ്റെ ഇവിടുത്തെ ലൂസ് 5 ഇഞ്ചാണ്. ഒരു അരഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ യാമോളിൻ്റെ അടുത്ത് ലൂസ്. ഇനി ഇതേപോലെ ഇതിൻ്റെ കോളർ കറക്റ്റ് ഇതേപോലെ കറക്റ്റ് പിടിക്കട്ടോ. കോളർ മാത്രം പിടിക്കുക. ഇവിടുന്ന് ഇതുവരെയുള്ള അളവ് ഒരു 11 ഇഞ്ചുണ്ട്. കറക്റ്റ് 11 ഇഞ്ചാണ്. അരഞ്ച് കൂടുതൽ എടുത്തിട്ട് 11.5 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ അതിന് നമ്മൾ കട്ട് ചെയ്യാൻ പോകട്ടെ. ഫസ്റ്റ് ഇതിൻ്റെ ആവശ്യമുള്ള തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തുണി ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഈ ഭാഗമാണ് ഈ തുണിൻ്റെ കരഭാഗം, കര വരേണ്ട ഭാഗമാണത്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മേൽഭാഗം അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് വെക്കട്ടോ. ഇതിൻ്റെ 2 ഫ്രണ്ടും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ കര വരേണ്ട ഈ ഭാഗം കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ ഈ കര കട്ട് ചെയ്ത് മാറ്റിയാണ്. അങ്ങനെ ആ ഭാഗം കട്ട് ചെയ്ത് വെക്കി. ഇതിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. 2 ഫ്രണ്ടും ലെഫ്റ്റും റൈറ്റും 2 ഫ്രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ടൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ 2-3 ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു ലൈൻ വരയ്ക്കാനാണ്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 10 വയസ്സായ കുട്ടിൻ്റെ അളവിലാണ് കേട്ടോ. ഓക്കെ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്തിക്കാണ്ട് ഇതുപോലെ ലൈന് വരയ്ക്കുക. ഇവിടെയാണ് നമ്മളെ ഫ്രണ്ടിൽ വരേണ്ട ആ പട്ടല്ല മാറ് ബട്ടൺസും ഹോൾസൊക്കെ വരേണ്ട ആ പട്ട വരേണ്ട ഭാഗമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് 23 ഇഞ്ചാണ്. 23 കൂടി ഒരു 1.25 ഇഞ്ച് കൂടുതലിട്ടിട്ട് 24.25 ഇഞ്ചിലാണ് ഞാൻ അത് മാർക്ക് ചെയ്യുന്നത്. അത് 1.25 ഇഞ്ച് കൂടുതലിട്ടിട്ട് കേട്ടോ. 23 കൂടി 1.25 ഇഞ്ച് കൂടുതലിട്ടിട്ട് 24.25 മാർക്ക് ചെയ്തിട്ട് അടിഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് ഒരു ലൈന് വരയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ ഈ 23 കൂടി 1.25 കൂട്ടിയത് എന്താ വെച്ചാൽ 1/2 ഇഞ്ച് 1.25 നമ്മൾ കൂടുതലിട്ടത്. 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് തുമ്പും 3/4 ഇഞ്ച് അടിഭാഗത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാനുള്ള തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് 1.25 ഇഞ്ച് തുമ്പിട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ അല്ല മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഇനി ഇതിൻ്റെ ഷോൾഡറിൻ്റെ അളവ് 12 ആണ്. 12ൻ്റെ പകുതി 6 ഇഞ്ച്. അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ അതേപോലെ മാർക്കിങ് കുറച്ച് അടിയിക്കും മാർക്ക് ചെയ്തിട്ട് അവിടെ ലൈന് വരയ്ക്കുക. ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി കൂടി 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ ഇനി ആം ഹോള് 5.5 ഇഞ്ചാണ് ഇതിൻ്റെ ആം ഹോൾ വരുന്നത്. അതിൽ നിന്ന് ഒരു 5 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് ഒരു 5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. 5.5 ഇഞ്ചിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ മുകൾ ഭാഗത്തു നിന്ന് ഒരു ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക കേട്ടോ. ഓക്കെ എന്നിട്ട് ഇതേപോലെ ഇവിടെ ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അവിടെ ഒരു ക്രോസിലൊരു ലൈന് വരയ്ക്കാനാണ്. ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് മുകൾ ഭാഗത്തു നിന്ന് ഇതേപോലെ ഒരു ക്രോസിലൊരു ലൈന് വരയ്ക്കുക. ആ മാർക്ക് ചെയ്ത മാർക്കിങ് നമുക്ക്. ഓക്കെ ഇനി ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൂസ് 8.25 ഇഞ്ചാണ്.
8.25 ഇഞ്ചാണ് ലൂസ്. അതിൽ കൂടി അരഞ്ച് കൂടുതലിട്ടിട്ട് 8.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് എത്രയാണോ നിങ്ങൾക്ക് ഇതേപോലെ അളവെടുത്താൽ കിട്ടുന്ന ലൂസ് അതിൽ കൂടി അരഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ ഇവിടെയും 8 ഇഞ്ചാണ്, അതിൽ കൂടി അരഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് 8.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അടിഭാഗത്ത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ലൂസ് 8.5 ഇഞ്ചാണ്, അതിൽ കൂടി അരഞ്ച് കൂടുതലിട്ടിട്ട് 9 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഈ ഷേപ്പിൽ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അളവെടുത്താൽ കിട്ടേണ്ട ലൂസ് എത്രയാണോ അതിൽ കൂടി അരഞ്ച് എക്സ്ട്രാ ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ അടിഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ഒരു 1.25 2 അത് നമ്മൾ ഇഷ്ടം പോലെ എത്രയാണ് നമുക്ക് ഷേപ്പ് വേണ്ടോ അതിനനുസരിച്ച് അടിയിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഷർട്ടിൻ്റെ അടിഭാഗത്ത് വരേണ്ട ആ ഷേപ്പാണ്. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യണതിൻ്റെ കഴുത്താണ്. ഇതിൻ്റെ കോളർ 11.5 ഇഞ്ചാണ്. അപ്പോൾ 11.5 അനുസരിച്ച് കോളർ എത്രയാണ് കിട്ടുന്നു അതിനനുസരിച്ചാണ് ഇതിൻ്റെ കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ 11.5 ഇഞ്ച് കോളർ വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.25 ഒരു പോയിൻറ്റും അത്രയൊക്കെ മതി കേട്ടോ. ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ അടിഭാഗത്തേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ അളവ് കോളറിനനുസരിച്ച് കോളറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഓക്കെ, അതായത് 1.25 ഇഞ്ച് ഇങ്ങോട്ട് അടിക്കും, ഈ സൈഡിക്ക് 2 ഇഞ്ചുമാണ്. ഇനിയിപ്പോൾ ഒരു 12-13 ഇഞ്ച് കോളറൊക്കെ ആണെങ്കിൽ ഒരു 2.25 2 ഇഞ്ചും അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പെട്ടിക്കോളം വരച്ചുകൊണ്ട് ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഇതേപോലെ ഈ ഭാഗം നമ്മൾ കോളറിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ കോളർ 11.5 അപ്പോൾ 2 ഇഞ്ച് ആ സൈഡിക്കും അടിഭാഗത്തേക്ക് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ക്രോസിൽ ഒരു ലൈന് വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ ക്രോസിൽ ഒരു ലൈന് വരയ്ക്കുക. ഇതൊരു 10 വയസ്സായ കുട്ടീൻ്റെ അളവാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കോളറാണ്. ഈ ഒരു 12-12.5 ആണെങ്കിലും ഇതേപോലെ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലേസ് ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി കഴുത്ത്. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഇവിടെ ഈ റിഗാളിൻ്റെ ഇവിടെ ഇതേപോലെ ഒരു ചെറിയൊരു ഷേപ്പ് വരയ്ക്കും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു 11:30-12 വരെ ആണെങ്കിലും നിങ്ങൾ ഇതേ അളവിൽ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് കുറവ് വരികയാണെങ്കിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോളറൊക്കെ അടിച്ചിട്ടൊന്ന് വെച്ച് വെക്കുക. വെച്ച് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആ ബോർഡിൻ്റെ പീസ് കഴുത്തിൻ്റെ ആ ഭാഗം ഒന്ന് കുറച്ചും കൂടെ കൂടുതൽ വെട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 11:30-12:13 വരെയൊക്കെ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തോളൂ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഈ ഷേപ്പ് കൂടെ ഇതേ അളവ് കൂടെ ഇതേ ഷേപ്പ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഉള്ളിലേക്ക് കുറച്ച് കുഴിച്ചുകൊണ്ട് നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഒരു 1/2 ഇഞ്ച്, അതേ അളവ് കൂടെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അടിഭാഗം വരെ കട്ട് ചെയ്തു. ഈ ഷർട്ടിൻ്റെ അടിഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തടിക്കാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ച് തുമ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഷേപ്പിലല്ല ലെവലാണ് വരുന്നത് വെച്ചാൽ ഒരു 1.25 ഇഞ്ച് തുമ്പിടണം കേട്ടോ. ഇതിപ്പോൾ ഷേപ്പാണ്, അപ്പോൾ 3/4 ഇഞ്ച് തുമ്പും മതി കേട്ടോ. അടിഭാഗം ഫോൾഡ് ചെയ്തടിക്കാൻ ഷർട്ടിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തടിക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു വെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയി. 2 ഫ്രണ്ടും ഉണ്ട്. ഈ മാർക്ക് ചെയ്ത ഫ്രണ്ടില്ലേ, ഈ മാർക്ക് ചെയ്ത ഫ്രണ്ടിന്മേലാണ് ബട്ടൺസ് വരിക. ഓക്കെ, നമ്മൾ ഈ തുണിൻ്റെ ഉൾഭാഗത്താണ് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത ഫ്രണ്ടാണ് ബട്ടൺ വരേണ്ട ഫ്രണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാണ്. ഇതേപോലെ തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തുണി നമ്മൾ ഈ ഷർട്ടിൻ്റെ ഈ ബോട്ടൺ അടിഭാഗത്തെ ലൂസ് ഉണ്ടല്ലോ, 8 ഇഞ്ചാണ് അടിഭാഗത്ത് വരേണ്ട ലൂസ്. ആ 8 ഇഞ്ചിൽ ഷർട്ടിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഫോൾഡ് ചെയ്തിട്ടോ. 8 ഇഞ്ചാണ്. ആ 8 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 8 ഇഞ്ചിൽ കറക്റ്റ് ഫോൾഡ് ചെയ്ത് കണ്ടിട്ട് കേട്ടോ. അതായത് ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടൽ ലൂസാണ് ഏറ്റവും കൂടുതൽ വരേണ്ട ലൂസ് ഉണ്ടാവുക. അപ്പോൾ ആ അളവിലാണ് ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഇതാവും കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 8 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഷർട്ടിൻ്റെ ഏറ്റവും കൂടിയ ലൂസ് ഏതാണോ ആ ലൂസിലാണ് നമ്മളിത് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ കറക്റ്റായിട്ട് ഒരു ലൈന് വരയ്ക്കുകയാണ്. ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഷോൾഡറിൻ്റെ പകുതി, ഷോൾഡർ 12 അതിൻ്റെ പകുതി 6 ഇഞ്ച്, അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ടിൽ നമ്മൾ ആ മാർക്ക് ചെയ്ത പീസില്ലേ ആ പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെക്കുക. ഇത് എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരാം. ഇതേപോലെ കേട്ടോ. അതായത് ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ആ ഫോൾഡിങ് വരേണ്ട രൂപത്തിലാണ് വെക്കേണ്ടത്. അതായത് ഫ്രണ്ടിനെയും കാട്ടിലും ബാക്ക് ഒരു 1/2 ഇഞ്ച് കുറച്ച് വെക്കുക കേട്ടോ. ഇതേപോലെ. അതേപോലെ ഇവിടെയും ഒരു 1/2 ഇഞ്ച്
ഇങ്ങോട്ട് അറക്കി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ആ ലൈന് വരേണ്ട രൂപത്തിലാണ് ഈ ഫ്രണ്ട് പീസ് വെക്കേണ്ടത്. ഇവിടെ ഒരു അരഞ്ച് കമ്മിയാക്കിയിട്ടും വെക്കട്ടോ. ഓക്കെ, ഇതേപോലെ വെക്കണം. ഇവിടെ ഒരു അരഞ്ച്, ഈ സൈഡിൽ ഒരു അരഞ്ച്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. ഇതേപോലെ വരക്കണം കേട്ടോ. ഓക്കെ, ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് കട്ട് ചെയ്യാണ്. ഫ്രണ്ടിനും മറിച്ച് വെച്ചിട്ട് കറക്റ്റ് ആ ലൈനിങ്ങും കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കണ്ട് ആ ഷേപ്പൊക്കെ അതേ രൂപത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ആ ഷേപ്പ് അതേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ. അതായത് ബാക്ക് പീസ് ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ അളവിനെയും കാട്ടിലും അരഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ബാക്ക് പീസും അരഞ്ച് കൂടുതലുണ്ടാവില്ല. അളവിൻ്റെ കറക്റ്റ് അളവിലാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഫ്രണ്ട് കട്ട് ചെയ്തപ്പോൾ അരഞ്ച് കൂടുതലിട്ട് നമ്മൾ കട്ട് ചെയ്തു തുമ്പിനും വേണ്ടിയിട്ട്. ആ തുമ്പിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഉള്ള ആ അളവ് ബാക്ക് പീസും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൈ കട്ട് ചെയ്യാണ്. ഇതേപോലെ ഈ ഭാഗമാണ് അതിൻ്റെ കരഭാഗം വരുന്ന ഭാഗം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് കയ്യിൻ്റെ ആം ഹോളിൻ്റെ ലൂസ്, അതായത് റിഗാളിൻ്റെ ലൂസ് എത്രയാണോ 5.5 ഇഞ്ചാണ്. അതിൽ കൂടി ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതലിട്ടിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിടുക. ഓക്കെ, ഇത് വലിയ ഷർട്ടായാലും ചെറിയ ഷർട്ടായാലും ഒക്കെ ഇതേപോലെ തന്നെ കേട്ടോ. കയ്യിൻ്റെ ലൂസ്, അതേപോലെ തന്നെ ബോഡിൻ്റെ ലൂസൊക്കെ ഇതേപോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് മുകൾ ഭാഗത്ത് കറക്റ്റായിട്ടൊരു ലൈന് വരച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ആ ഷേപ്പ് വരക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ 5.5 ആണ്. 5 കൂടി പ്ലസ് 1/2 ഇഞ്ച് കൂട്ടിയാൽ 6 ഇഞ്ചാണ് ഇവിടെ വരേണ്ടത്. 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ, 6 ഇഞ്ച് കേട്ടോ. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ്. അതിൽ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. അടിഭാഗത്തേക്ക് ഇതേപോലെ ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ ഈ സ്ലീവിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ മതി, കുഴപ്പമൊന്നുമില്ല. അത് മാർക്ക് ചെയ്തിക്കാണ്ട് ഇതേപോലെ ഒരു ലൈന് വരക്കുക കേട്ടോ. ഓക്കെ, ലൈൻ വരച്ചു. ഇനി കയ്യിൻ്റെ ബോട്ടത്തിൻ്റെ ലൂസാണ്. കയ്യിൻ്റെ ബോട്ടം ലൂസ് 4.5 ഇഞ്ചാണ്. അതിൽ കൂടി ഒരു 1/2 ഇഞ്ചും കൂടെ കൂടുതലിട്ടിട്ട് 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ കറക്റ്റായിട്ട്. എന്നിട്ട് ഈ മാർക്കിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഷേപ്പ് വരക്കുകയാണ്. ഇതേപോലെ ഷേപ്പ് വരക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ വരക്കുക ഒരു ഷേപ്പ് കേട്ടോ. ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചുകൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കൈ. വളരെ സിമ്പിളാണ്. ഇത് വെച്ചുകൊണ്ട് രണ്ടാമത്തെ ഒരു കൈ നമുക്ക് സ്കെച്ച് ചെയ്യാം. അത് സിംഗിൾ കൈയാണ് കട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ കൈ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുകയാണ്. ഈ സെൻറ്ററിലൊരു വെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ കൈ ഇതുപോലെ നീർത്തി വെക്കുക. ഇത് ഒരു കൈയുള്ളൂ. 2 കൈയും ഒപ്പം വെട്ടാൻ കഴിയുമെങ്കിൽ അങ്ങനെ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ വെട്ടാം. അത് തുണി ഒരു കട്ട് പീസാണ്. അപ്പോൾ ഒരു കൈ വെട്ടിയിട്ട് പിന്നെ സ്കെച്ച് ചെയ്യണം. എന്നിട്ടൊരു 3/4 ഇഞ്ച് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഇപ്പോൾ ഈ വരച്ച ഇതേപോലെ ഒരു 3/4 ഇഞ്ച് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചുകൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ ഭാഗം, ഈ ഷേപ്പ് വരച്ച ഈ ഭാഗം ഷർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് വരിക. അതായത് കുഴിച്ചിട്ടിയതാണ് അവിടെ, അത് ഫ്രണ്ടിലേക്കാണ് വരേണ്ടത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരണം, ആ കുഴിച്ചിട്ടിയ ഭാഗം. ഇനി ഇതിൻ്റെ കൈയിൻ്റെ രണ്ടാമത്തെ ഭാഗം കട്ട് ചെയ്യണം. രണ്ടാമത്തെ കൈ ഇതാണ് ഉൾഭാഗം തുണിൻ്റെ. അത് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെക്കുക. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത കൈ. അതിൻ്റെ ഉൾഭാഗം മുകൾ ഭാഗത്തേക്കും വെക്കുക. അതായത് ഈ കൈയിന് 1 സൈഡ് ഉണ്ടെങ്കിൽ ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾ കട്ട് ചെയ്യുന്ന തുണിക്ക് 1 സൈഡ് ഉണ്ടെങ്കിൽ, അതായത് രണ്ടും ഒരേ ഭാഗത്തേക്ക് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യരുത്. ഇതേപോലെ വെച്ചിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 കൈയും ഒരു ഭാഗത്തേക്ക് വരും. ഓക്കെ, ഇതിൻ്റെ ഈ കുഴിച്ച് വെട്ടുന്നതുകൊണ്ട് കൈ 1 സൈഡ് ഉണ്ടെങ്കിൽ 2 ഭാഗത്തേക്ക് വരും. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ വെട്ടിലൊക്കെ കറക്റ്റായിട്ട് ഓരോ വെട്ടിട്ടെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് 2 കൈയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും കേട്ടോ. ഈ ഭാഗമാണ് ഷേപ്പ് ഫ്രണ്ടിക്ക് വരുന്ന ഭാഗം, അതേപോലെ ഈ ഭാഗം ഫ്രണ്ടിക്ക് വരുന്ന ഭാഗം. ഓക്കെ, അങ്ങനെ കൈ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത് ഓക്കെ ആയിട്ടോ. ഇനി ഇതിൻ്റെ ഷോൾഡറും കൂടെ കട്ട് ചെയ്താൽ മതി. അതോടുകൂടെ ഇതിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, അങ്ങനൊരു പീസ് എടുത്തിട്ടുണ്ട്. ഈ ഷോൾഡറിൻ്റെ ലെങ്ത്ത്, അതേപോലെ കയ്യിൻ്റെ ലെങ്ത്ത്, ഇതൊക്കെ തുണിൻ്റെ നീളം ഭാഗത്തു നിന്നാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് വിലങ്ങിനല്ല, തുണി എങ്ങനെയാണോ നീളം ആ ഭാഗത്തു നിന്നാണ് കയ്യിൻ്റെ ലെങ്ത്ത് വരിക. അതേമാതിരി ഷോൾഡറിൻ്റെ നീളത്തിലുള്ള ഭാഗം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിപ്പോൾ എല്ലാവർക്കും അറിയേണ്ട സംഭവമാണ്, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ തുണി ഇതേപോലെ കറക്റ്റ് ചെയ്ത് കണ്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ 12 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6 ഇഞ്ച്, അതിൽ കൂടി ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ,
ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ വീതി മാർക്ക് ചെയ്യാണ്. ഇത് ഷോൾഡറിൻ്റെ വീതി എന്ന് വെച്ചാൽ അളവിനനുസരിച്ച് വ്യത്യാസം വരുന്നൊരു സംഭവമാണ് ഷോൾഡറിൻ്റെ വീതി കേട്ടോ. അപ്പോൾ ഇതൊരു 10 വയസ്സായ കുട്ടിക്കാണ്. അപ്പോൾ ഒരു 4 ഇഞ്ചൊക്കെ മതി കേട്ടോ. 4, 4.25 അത്രയൊക്കെ മതി. 4 ഇഞ്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ മുകൾ ഭാഗത്തു നിന്ന് 1 ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുക ഇതേപോലെ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യണം ഈ ഭാഗത്തേക്ക്. അത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് എടുക്കുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കോളറിൻ്റെ അളവിനനുസരിച്ച് മാറ്റം വരുന്നൊരു സംഭവമാണ് ഈ കഴുത്തിൻ്റെ ഈ കട്ടിങ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 12, 11.5 ഇഞ്ച് കോളറിനൊക്കെ ആണെങ്കിൽ ഈ അളവിൽ ഇങ്ങ് കട്ട് ചെയ്താൽ മതി. 12, 12.5 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ നിങ്ങട്ടുള്ള അളവ് 2 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് ഇട്ടത്. അതേപോലെ ഇവിടെയും ആ 2 ഇഞ്ച് ഇട്ട് കേട്ടോ. അടിഭാഗത്തേക്ക് 2 ഇഞ്ച് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഇവിടെ ഒരു ചെറിയ ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് അടിഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഓക്കെ, 1.5 ഇഞ്ച്. നമ്മൾ ഫ്രണ്ടിൻ്റെ അടിഭാഗത്തേക്ക് മാർക്ക് ചെയ്തത് 1.25 ഇതിനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളൂ. സൈഡിക്ക് ഫ്രണ്ടിനും ഈ ഷോൾഡറിനും 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക. ഇതേപോലെ ഷേപ്പ് വരയ്ക്കുക, ഒരു ക്രോസ് ഇട്ടോ. ഓക്കെ, എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഷോൾഡർ. ഈ ഷോൾഡറിൻ്റെ അളവ് ഈ കഴുത്തിൻ്റെ കോളറിനനുസരിച്ച് അതേപോലെ അളവിനനുസരിച്ച് സൈസിനനുസരിച്ചൊക്കെ മാറ്റം വരുന്ന ഒരു സംഭവമാണ് ഷോൾഡറിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഇതൊരു 10 വയസ്സായ കുട്ടി, ഇനിയിപ്പോൾ ഒരു 11.5 ഇഞ്ചാണ് ഇതിൻ്റെ കോളർ. 12, 13, 13.5 ഇഞ്ച് വരെ നിങ്ങൾക്ക് ഈ അളവിൽ കട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് കമ്മി വരികയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോളർ കൊള്ളണില്ലെങ്കിൽ ആ ബോഡി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട് ഇതാ ഈ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഇവിടെ വരിക, രണ്ടാമത്തെ ഫ്രണ്ട് ഇതാ ഇവിടെ വരും. ഓക്കെ, വെറുതെ വെച്ച് കാണിച്ചു തരാണ് ഇതിൻ്റെ കട്ടിങ്. ഈ ഭാഗങ്ങൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്ക് പീസ് ഈ ഷോൾഡറിൻ്റെ ഇവിടെ ജോയിൻറ്റ് വരും. ഓക്കെ, ഇങ്ങനെ വരും. ഇനി കൈ വരുമ്പോൾ കൈ ഇങ്ങനെ വരും. കൈയിൻ്റെ ആ ഷേപ്പ് കുഴിച്ച് വെട്ടിയ ഭാഗം അത് ഫ്രണ്ടിക്കാക്കിയിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫിറ്റിങ്സ് വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട സംഭവമാണ്. ഓക്കെ, എന്നാലും അതിൽ ഡൗട്ടൊന്നും കുടുങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിന് ഒരു ഷോൾഡറും കൂടെ വെട്ടണം. സ്കെച്ച് ചെയ്താൽ മതി. അത് കറക്റ്റ് വെച്ചെടുക്കാണ്ട് കറക്റ്റും സ്കെച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു ഷോൾഡറും കൂടെ എക്സ്ട്രാ നമ്മൾ വെക്കുകയാണ്. അതായത് 2 ഷോൾഡർ വരും. ഷർട്ടിനൊക്കെ 2 ഷോൾഡർ വരും. അത് ഫിറ്റ് ചെയ്യുമ്പോൾ വേണം. ഒരു ഷോൾഡർ ഉണ്ടായിക്കൊണ്ട് മടിക്കുക, കവർ ചെയ്തടിച്ചാൽ മതി. നമുക്കിപ്പോൾ 2 ഷോൾഡർ വെച്ചിക്കാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഈ ഭാഗമല്ലേ ഇതാണ് ഇതിൻ്റെ ബട്ടൺ വരുന്ന ഫ്രണ്ട്. ബട്ടൺസ് വരുന്ന ഫ്രണ്ടാണ് ഇത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഒന്ന് അയൺ ചെയ്തിക്കാണ്ട് ആ മാർക്കിങ്ങിൽ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ ആ ഉൾഭാഗത്തേക്ക് തന്നെ ഇതേപോലെ ഈ സൈഡിലേക്ക് തന്നെ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇത് രണ്ടാമത്തെ ഫ്രണ്ടാണ്. ഓക്കെ, ഈ ഫ്രണ്ടുമ്മയാണ് ഹോൾസ് വരേണ്ട ഭാഗം. അതായത് നമ്മൾ ഷർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഈ ഫ്രണ്ട് വരേണ്ടത്. റൈറ്റ് സൈഡുമ്മയാണ് നമ്മൾ മാർക്കിങ് വരിക. ലെഫ്റ്റ് സൈഡുമ്പോൾ മാർക്കിംഗ് ഇല്ലാത്ത ഫ്രണ്ട് ഇതിമ്മയാണ് ഈ പട്ട കൊടുക്കുന്നത്. അതായത് ആ ഓൾസ് ഭാഗം വരേണ്ട മാറില്ലേ, ഓൾസ് വരേണ്ട ഫ്രണ്ടാണത്. അപ്പോൾ അവിടെ ഒരു എന്താണ് ഒരു 1 ഇഞ്ച് വീതിയുള്ള ഒരു മാർക്ക് ക്യാൻവാസ് വെച്ചിക്കാണ്ട് ഇതുപോലെ ഒട്ടിക്കുകയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. മാർക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ കിട്ടും. ഇതേപോലെ കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ച് കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മൾ എക്സ്ട്രാ തുമ്പ് ഇട്ടിട്ടുണ്ട്. ആ തുമ്പ് കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടിക്കട്ടോ. അപ്പോൾ ഈ ചെയ്ത് അതേപോലെ ഒട്ടിക്കങ്ങൾ. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിന് പോക്കറ്റ് മാർക്ക് ചെയ്യണം. ഈ മുകൾ ഭാഗത്തുനിന്ന് ഒരു 6 ഇഞ്ച് ഒക്കെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ചെറിയ കുട്ടിയല്ലേ, ഒരു 6 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് അതേപോലെ ഈ സൈഡിലേക്ക് ഒരു 1.25, 2 ഇഞ്ച്, 1.25 മതി. 1.25, 1.5 ഇട്ട് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നമ്മൾ ഷർട്ടിൻ്റെ പോക്കറ്റ് എത്രയാണെന്ന് വെച്ചാൽ 3.5 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വരുള്ളൂ. ആ പോക്കറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ കറക്റ്റ് ഇതിൽ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് 2 കൈ എടുത്തിട്ടുണ്ട്. ആ 2 കൈയും അതിൻ്റെ ഉൾഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് അയൺ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോളർ കട്ട് ചെയ്യണതോ ഒട്ടിക്കണോ അതിൽ ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ലെങ്ത്ത് കൂടിയിട്ടുണ്ട് വീഡിയോസിൻ്റെ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ കോളർ കട്ട് ചെയ്യുന്നതും അത് ഒട്ടിക്കേണ്ടതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. ഓക്കെ, താങ്ക് യു.